പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. മാക്സ് 999 MWZ മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. മാക്സ് 999 പാലക്കാട് റോഡ്, മേലെ പട്ടാമ്പി. KSBയുടെ ഇലക്ട്രിക്കൽ ജോലിക്കിടെ ഷോക്കേറ്റ് ഹൃദയം നിലച്ച നിലയിൽ ആശുപത്രിയിലെത്തിച്ച 36-കാരന് പുതുജീവൻ നൽകി വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാരും ജീവനക്കാരും. കുടുംബ സ്വദേശിയായ യുവാവിനാണ് ഹൈക്വാളിറ്റി CPR നൽകി ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത്. പൾസ് ഇല്ലായിരുന്നു, ശ്വാസഗതി മാത്രം ചെറുതായിട്ടുണ്ടായിരുന്നു. ഞാനവിടെ ഫീമെയിൽ വാർഡിൽ റൗണ്ട്സ് എടുക്കുമായിരുന്നു. നമുക്ക് ഇങ്ങനെ ഒരു രോഗി കൊണ്ടുവന്നാൽ നമുക്ക് കോഡ് ബ്ലൂ അനൗൺസ് ചെയ്യും മൈക്കിൽ കൂടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉടൻ എല്ലാവരും ഓടിച്ചെല്ലുക കോഡ് ബ്ലൂ എവിടെ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ കാഷ്വാലിറ്റി ഞങ്ങളിത് മനസ്സിലാക്കിയ ഉടനെ താമസം പിന്നെ നമ്മൾ ഉടൻ തന്നെ CPR തുടങ്ങുമായിരുന്നു. ആ CPR നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടേ ഇല്ല. അദ്ദേഹം തിരിച്ച് റിക്കവറി ആകുന്നിടം വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തു. ഡോക്ടർ ഹുസ്നയും ഞാനും കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. ഡോക്ടർ ഓർമൽ തിയേറ്ററിൽ നിന്ന് ഉടൻ പാഞ്ഞെത്തി. അതിനുശേഷം ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങളുടെ മൊത്തം ടീമും സഹായിച്ചിട്ടാണ് ഞങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് അദ്ദേഹം റിക്കവർ ചെയ്തു. ആഗസ്റ്റ് 19-നാണ് വടക്കാഞ്ചേരി KSCB കരാർ ജീവനക്കാരനായ യുവാവ് ജോലിക്കിടെ ഷോക്കേറ്റ് പിടഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഹൃദയത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചിരുന്നു. ഞാനായിരുന്നു അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. ഒരു ഏകദേശം 11 മണിയുടെ സമയമായിരുന്നു. മോർണിംഗ് ടൈം ആയത് കാരണം കാഷ്വാലിറ്റി അത്യാവശ്യം ശാന്തമായിരുന്നു ആ സമയത്ത്. അപ്പോൾ പുറത്ത് ഭയങ്കര ബഹളവും ഭയങ്കര സൗണ്ടും വാഹനത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ എന്തോ ഒരു എമർജൻസി വരാമെന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ റെഡി ആയി നിന്നു. ഇത് കൂടെ നാട്ടുകാരെല്ലാവരും കൂടിയാണ് പേഷ്യൻറ്റിനെ കാഷ്വാലിറ്റിക്ക് എത്തിച്ചത്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി എടുത്തു. അപ്പോൾ ഷോക്ക് അടിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു 10 മിനിറ്റ് മുന്നാണ് സംഭവം നടന്നത്. അവർ പെട്ടെന്ന് എത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ എമർജൻസി ബെഡിലേക്ക് മാറ്റി. പിന്നെ എക്സാമിനേഷൻ ചെയ്തപ്പോൾ പേഷ്യൻറ്റ് അബോധാവസ്ഥയിലായിരുന്നു. പൾസ് നോക്കിയപ്പോൾ കറക്റ്റ് പൾസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്നില്ല, പാൽപ്പബിൾ ആയിരുന്നില്ല. പിന്നെ നമ്മൾ മോണിറ്ററിൽ BP കാര്യങ്ങളൊക്കെ നോക്കി ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ CPR സ്റ്റാർട്ട് ചെയ്തു. ഇവരൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ ഇമ്പോർട്ടൻസ് അറിയാവുന്നതുകൊണ്ട് CPR പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കാഷ്വാലിറ്റിയിൽ ഒരു ഡോക്ടറും ഒരു നഴ്സ് മാത്രമേ പോസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ കോഡ് ബ്ലൂ വിളിക്കുകയുണ്ടായി, എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പോൾ ഉടനെ കോഡ് ബ്ലൂ വിളിച്ചു. സാറിനെ നേരിട്ട് ഇൻഫോം ചെയ്യുകയും ചെയ്തു, അഭിലാഷ് സാറിനെ. അപ്പോൾ അവരെല്ലാം പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിക്ക് ഓടി വരികയും ചെയ്യും. പിന്നെ അവരുടെ ഒരു സൂപ്പർവിഷനിലാണ് പിന്നെ CPR ഒക്കെ നടന്നത്. ഫിസിഷ്യൻ ഡോക്ടർ അഭിലാഷ് പുരുഷോത്തമൻ, അനസ്തറ്റിസ്റ്റ് ഡോക്ടർ നിർമ്മൽ, CMO ഡോക്ടർ ഹുസ്ന എന്നിവരുടെ നേതൃത്വത്തിൽ സീനിയർ നഴ്സിംഗ് ഓഫീസർ ഷീബ, സൽസബീല, സൗമ്യ, ഹസ്ന, ടിൻഡു, ECG ടെക്നീഷ്യൻ ഷാലി, നഴ്സിംഗ് അസിസ്റ്റന്റുമാരായ തങ്കപ്പൻ, ഖദീജ, റസിയ, നഴ്സിംഗ് വിദ്യാർത്ഥികളായ ഫ്രാൻസിസ്, ജോയൽ എന്നിവർ ചേർന്ന് യുവാവിന് ഹൈ ക്വാളിറ്റി CPR നൽകി. ഇതേ തുടർന്ന് ഹൃദയത്തിന്റെ പ്രവർത്തനം പുനരുജ്ജീവിപ്പിക്കുവാൻ സാധിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം CPR കൊടുക്കേണ്ടി വന്നു. അതിനുശേഷമാണ് ഹാർട്ട് ബീറ്റ് വന്നത്. ഹാർട്ട് ബീറ്റ് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇൻറ്റുബേറ്റ് ചെയ്ത് നമ്മളത് ചെറുതായിട്ട് ശ്വാസകോശത്തിനുള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും നമ്മളത് ആസ്പിറേഷനൊക്കെ ചെയ്തു ക്ലിയറാക്കി. അങ്ങനെയാണ് നമ്മൾ പിന്നെ അമലയിലേക്ക് റെഫർ ചെയ്യുന്നത്. തുടർന്ന് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ യുവാവിനെ അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുത്തെ മികച്ച തുടർ ചികിത്സയ്ക്ക് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി മുറിയിലേക്ക് മാറ്റുകയും പിന്നീട് പൂർണ്ണ ആരോഗ്യവാനായി ആഗസ്റ്റ് 27-ന് ആശുപത്രി വിടുകയും ചെയ്തു. ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾക്ക് അച്ഛനെ നഷ്ടമാവുന്ന ദുരന്തം ഒഴിവായി കിട്ടിയത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ സർക്കാർ ആശുപത്രികളിലും സർക്കാർ ഡോക്ടർമാരിലും ജനങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. ഹൃദയസ്തംഭനം ഉണ്ടായാൽ ഉടൻ തന്നെ CPR നൽകി ആശുപത്രിയിൽ എത്തിക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചും ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജയന്തി TK എന്നിവർ ഓർമ്മിപ്പിച്ചു. സമയത്തിന് നമുക്ക് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഈ ഡോക്ടർ മാത്രം പോരാ, പബ്ലിക് എല്ലാവരും അവിടെയുള്ള ഏത് ജീവനക്കാരും CPR ചെയ്യാൻ പഠിച്ചിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഡോക്ടർമാർ മാത്രമല്ല എല്ലാവരിലേക്ക് എത്തിക്കേണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് CPRൻ്റെ ട്രെയിനിങ് നമ്മളിവിടെ ഫ്രീക്വൻ്റായിട്ട് നൽകി വരുന്നുണ്ട്. അതിനൊരു മാനിക്കിൻ ഉപയോഗിച്ച് ഒരു ഹൃദയതാളം നിന്ന് പോകുന്ന ഒരവസ്ഥയിൽ എങ്ങനെയാണ് CPR കൊടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായി പരിശീലനം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും നമുക്ക് അന്ന് അത് വളരെ നല്ല രീതിയിൽ ചെയ്ത് ആ രോഗിയെ നമുക്ക് റിവൈവ് ചെയ്ത് അവർക്ക് ഈ ഒരു ഓണം ആഘോഷിക്കാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഹോൾ ടീമിന് സാധിച്ചു. കൂടാതെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ CPR ഉൾപ്പെടുത്തി എല്ലാ കുട്ടികളെയും പഠിപ്പിക്കേണ്ടതാണെന്നും ഡോക്ടർമാർ ആവശ്യപ്പെട്ടു.
ആശുപത്രിയിലെത്തി നല്ല ഡോക്ടേഴ്സിനെ ഏൽപ്പിക്കാൻ നമ്മൾ അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു വേറൊരു റെസിസിറ്റേഷൻ CPR മാറും. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഇത്രയധികം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹൈസ്കൂൾ തലം മുതൽ നമ്മുടെ കുട്ടികൾക്ക് ഇതിൽ ട്രെയിനിങ് ക്ലാസ്സുകൾ എടുക്കുകയും പ്രായോഗിക പരിശീലനം തീർച്ചയായിട്ടും കൊടുക്കുകയും ചെയ്യണം. You are watching VCV News.